നിറഞ്ഞവരെ, എങ്ങും നക്ഷത്ര തിളക്കവും പുൽക്കൂടിന്റെ പ്രഭയും ക്രിസ്മസ് കേക്കിന്റെ മാധുര്യമുള്ള ഓർമ്മകളുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഗതമായി. സഹനത്തിന്റെ, ത്യാഗത്തിന്റെ, പ്രതീക്ഷയുടെ പ്രതീകമായി ലോകരക്ഷകനായ ഉണ്ണീശോ പിറന്ന പൊൻസുദിനം. ബെത്ലഹേമിലെ ആ രാത്രിയിൽ മറിയവും ജോസഫും അഭയം തേടി നടന്നത് സഹനത്തിലൂടെയാണ്. വാതിലുകൾ അവർക്ക് നേരെ അടഞ്ഞപ്പോഴും ആരും അവരെ സ്വീകരിക്കാതിരുന്നപ്പോഴും അവർ നിരാശരായില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദാനം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ആദ്യ പാഠവും അത് തന്നെയാണ്. സഹനത്തിലൂടെ, വേദനകളിലൂടെ വഴികൾ തുറക്കപ്പെടും. ലോകത്തിലെ എല്ലാ ആഡംബരങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ഏറ്റവും വിനീതമായ കാലിത്തൊഴുത്തിലേക്ക് ദൈവം തന്റെ ജനനസ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ വിനയത്തിന്റെയും സഹനത്തിന്റെയും വലിയൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. യഥാർത്ഥ മഹത്വം സുഖത്തിലും സമൃദ്ധിയിലുമല്ല അനുഭവിച്ച സഹനത്തിലൂടെയാണ്. ലോകരക്ഷകൻ ഭൂജാതനായ വിവരം ആദ്യമായി അറിയിക്കുന്നതിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് പോലും സാധാരണക്കാരിൽ സാധാരണക്കാരും ജീവിതം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുമായ ആട്ടിടയന്മാരെയാണ്. സഹനത്തിലൂടെ ദൈവസന്നിധി തെളിയുന്നുവെന്ന് ക്രിസ്മസ് നമ്മോട് പറയുന്നു. പലപ്പോഴും ബെത്ലഹേമിലെ ആ രാത്രി നാമും അനുഭവിക്കാറുണ്ട്. പക്ഷെ ആ ഇരുളിൽ ഒരു പ്രകാശം തെളിയുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ ദൈവം നമ്മെ ശക്തരാക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു.